ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് വന്നിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോബ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ പറയാം, ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ഓൺലൈനായിട്ടാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14/8/2024. ഈ ജോബ് ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ. പുതിയ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് കേരള ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന തസ്തികയിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. PSCയുടെ ഇതിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് PSC വെബ്സൈറ്റ് വഴിയാണ്. നിങ്ങളുടെ PSCയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ 211/2024 എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റിനായി അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ 39,500 രൂപ ഈ ജോബിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് നിങ്ങൾക്ക് കൂട്ടിക്കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് 83,000 വരെ നിങ്ങൾക്ക് സാലറി പാക്കേജ് കൂട്ടിക്കിട്ടുന്നതാണ്. നല്ലൊരു സാലറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസരം വിട്ട് കളയാതെ, വേക്കൻസികളൊന്നും വല്ലാതെ നിങ്ങൾ നോക്കാതെ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc ഫോറസ്റ്റ് ട്രീയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ BTech ഫോറസ്ട്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നിയമന രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലൂടെയാണ് പറയുന്നു. അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏഴവ, തീയ, ബിലാവ എന്നൊരു കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ പോസ്റ്റിലുള്ളവർ ഇത്രയും പറഞ്ഞ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസി എന്ന് പറയുന്നത് കൂടുതലൊന്നുമില്ല, ഒരു വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ വേക്കൻസി ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാതെ ഇരിക്കേണ്ട. കിട്ടിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ജോബായിരിക്കും. അപ്പോൾ വിട്ട് കളയാതെ അപ്ലൈ ചെയ്യുക. അതുപോലെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 39 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ എലിജിബിലിറ്റിയൊക്കെ ഉള്ളവർ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്